ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഹെയർ ബോ ട്യൂട്ടോറിയലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഗ്ലിറ്റർ ഷീറ്റ് അല്ലെങ്കിൽ ഫോം ഷീറ്റ് എന്നൊക്കെ പറയും. അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഹെയർ ബോസ് ആണ്. നമ്മൾ കുഞ്ഞു മക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള ബോ ആണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് പഴയ ടീഷർട്ടിൽ നിന്ന് ഒരുപാട് ഹെയർ ബാൻഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യുക. ഇതിലെ മെയിൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫോം ഷീറ്റാണ്. സൂപ്പർ മാർക്കറ്റിലും ബുക്ക് സ്റ്റാളിലും ഒക്കെ ഈസിലി അവൈലബിൾ ആണ്. മാക്സിമം 15 രൂപയാണ്, ചിലയിടത്തൊക്കെ 10 രൂപ കിട്ടാറുണ്ട്. പല കളറിൽ അത് അവൈലബിൾ ആണ്. പിന്നെ സ്കെയിൽ പെൻസിൽ, പിന്നെ ടിക് എന്ന് പറയും, ഹെയർ പിന്നാണ്. ഈ ഹെയർ പിൻ തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ടൈപ്പ് ഹെയർ പിൻ യൂസ് ചെയ്യാം. പിന്നെ ഒരു കത്രിക, പിന്നെ ഹോട്ട് ഗ്ലൂ. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് യൂണിക്കോൺ ഗ്ലിറ്റർ ബോ ആണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള പാറ്റേൺസ് ആണ്. ഒരു കട്ടിയുള്ള പേപ്പറിൽ ഞാൻ ഇതുപോലെ ഈ പാറ്റേൺ വരച്ചെടുത്ത് വെട്ടിയെടുത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇൻവിറ്റേഷൻ കാർഡൊക്കെ ഉണ്ടാവില്ല, അതോ അല്ലെങ്കിൽ വെഡ്ഡിങ് കാർഡൊക്കെ ഉള്ളത്, അതിനൊക്കെ ഇതുപോലത്തെ പാറ്റേൺസ് വരച്ചെടുത്ത് വെട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതല്ല വേറെ ഏതെങ്കിലും വെറൈറ്റി ഉള്ള പാറ്റേൺസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ ഏതാണ് ഫോം ഷീറ്റ് ഉപയോഗിക്കാൻ വിചാരിക്കുന്നത് അതിൻ്റെ ബാക്കിൽ ആ ഒരു പാറ്റേണിൽ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ട് വെട്ടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിലുള്ള പാറ്റേൺ കിട്ടും. പാറ്റേൺ കട്ട് ചെയ്ത് വെച്ച് ശേഷം രണ്ടാമത്തെ പാറ്റേൺ അതേപോലെ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. വേറൊരു ഫോം ഷീറ്റ്, വേറൊരു കളർ ഫോം ഷീറ്റിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു യൂണിക്കോൺ ബോ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 കളറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഈ ഒരു പാറ്റേണും കട്ട് ചെയ്യാൻ പോകുന്നത്. ആവശ്യമുള്ള 2 പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അതിൽ ബ്ലൂ കളറുള്ള പാറ്റേൺ എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ രൂപത്തിലേക്ക് ആക്കാൻ പോവാണ്. നമുക്കിവിടെ ആവശ്യമുള്ളത് ഹോട്ട് ഗ്ലൂ ആണ്. ഹോട്ട് ഗ്ലൂ ഇല്ലെങ്കിൽ നന്നായിട്ട് ഒട്ടുന്ന തരത്തിൽ ഏതെങ്കിലും പശ ഉപയോഗിച്ചാലും മതി. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അതിന് 2 എൻഡിലും ഗ്ലൂ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ 2 പാറ്റേൺ നമ്മൾ പരസ്പരം ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ആവശ്യമുള്ളത് ഒരു ഫോം ഷീറ്റിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്യാണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ ആ ഒരു പാറ്റേണിൻ്റെ ആ ഒരു ബൗണ്ട് സെൻറ്റർ പോർഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു പോർഷൻ ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത്. അപ്പം അതിന് മുമ്പായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ടിക് അല്ലെങ്കിൽ ഹെയർ പിന്ന് വേണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ടിക് എടുത്തിട്ട് ആദ്യം അതിൻ്റെ ബാക്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ആ പീസ് കൊണ്ട് ആ ഒരു സെൻറ്റർ പോർഷൻ കവർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഗ്ലിറ്റർ ബോ റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകുന്ന പഴയ ഹെയർ പിന്നൊക്കെ യൂസ് ചെയ്ത് ചെയ്യാം. പിന്നെ ഫോം ഷീറ്റ് ആണെങ്കിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പല മോഡൽസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലവർ ഗ്ലിറ്റർ ബോ ആണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗോൾഡൻ കളറുള്ള ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് 3 ഒരേ സൈസിലുള്ള റൗണ്ട് ഷേപ്പിലുള്ള പീസസ് ആണ്. അപ്പോൾ ഇതേപോലെയുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വൃത്താകൃതിയിലുള്ളത് വെട്ടിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഈ ബോട്ടിലിൻ്റെ അടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിൽ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഇതേപോലെ ഒരേ സൈസ് ആയിരിക്കണം എന്നുള്ള ഒരേ സൈസുള്ള 3 പീസസാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഒരേ സൈസിലുള്ള 3 ഒരേ സൈസിലുള്ള പീസസ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അതിൻ്റെ സെൻറ്റർ പോർഷനിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്, ഈക്വൽ പാർട്ടാക്കിയിട്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പീസിൽ നിന്ന് ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് 2 ഈക്വൽ പാർട്സ് കിട്ടും, ഹാഫ് ആയിട്ട്. അങ്ങനെ ഇതുപോലെ നമുക്ക് ടോട്ടൽ 6 ഭാഗങ്ങൾ കിട്ടും. ഈ 6 പീസസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവറിൻ്റെ ഇതളുകൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഓരോ ഇതളും ഈ ഒരു മെത്തേഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ഭംഗിയുള്ള 6 ഇതളുകൾ കിട്ടും. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ഇതളും പരസ്പരം കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ ഓരോന്നും എടുത്തിട്ട് ഗ്ലൂഗണ്ണ് വെച്ചിട്ട് പരസ്പരം റൗണ്ടിൽ ഇങ്ങനെ വൃത്താകൃതിയിൽ ഇങ്ങനെ നമ്മളിത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ അവസാനം നമ്മളിങ്ങനെ 6 എണ്ണവും കണക്ട് ചെയ്ത് വരുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ രൂപം കിട്ടും. ഇതളുകൾ പരസ്പരം കണക്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ രൂപം കിട്ടും. അതിന് ബാക്കിലെ ഹോൾ കവർ ചെയ്യാൻ വേണ്ടി സെയിം ഫോം ഷീറ്റിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ ഫ്ലവർ ഒന്ന് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു കുഞ്ഞു ഫ്ലവർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മുടെ പഴയ ബേബി ഫ്രോക്കിലൊക്കെ ഉണ്ടാവും ഇങ്ങനത്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ ഹെയർ ബോസിലൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് കാണാൻ പറ്റും. എനിക്ക് അങ്ങനത്തെ ഒന്ന് കിട്ടിയതാണ്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഫ്ലവറൊന്നും ഇല്ലെങ്കിൽ സ്റ്റോൺസൊക്കെ കിട്ടില്ലേ, ഇപ്പം നമ്മുടെ വലിയ മാലകളുടെയും കമ്മലുകളുടെയൊക്കെ സ്റ്റോൺസ് കിട്ടും, അങ്ങനത്തെ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെ ചെറിയൊരു ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹെയർ പിന്ന് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഹെയർ ബോ കംപ്ലീറ്റ് ആവും. മൂന്നാമതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടർഫ്ലൈ ഗ്ലിറ്റർ ബോ ആണ്. നമ്മൾ ആദ്യം ചെയ്ത പോലത്തെ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈൻ്റെ പാറ്റേൺ നമ്മളൊരു കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോം ഷീറ്റിൽ ഔട്ട്ലൈൻ വരച്ചിട്ട് നമ്മൾ വെട്ടിയെടുക്കുകയാണ്. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ബോ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ അതേ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്.
ഒരു പാറ്റേൺ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ്. നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈ ബോയ്ക്ക് 2 പാറ്റേണാണ് ആവശ്യമുള്ളത്. നമ്മൾ വീട്ടിൽ കാണിക്കുന്ന പോലെ ആ ഒരു ബട്ടർഫ്ലൈ പാറ്റേൺ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ട് പാറ്റേൺ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഇത് പരസ്പരം കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെയുള്ള ബട്ടർഫ്ലൈൻ്റെ ഭംഗിയുള്ള ഒരു പാറ്റേൺ കിട്ടും. ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞ ബോ ചെയ്യാൻ ഉപയോഗിച്ച മെത്തേഡ് തന്നെ യൂസ് ചെയ്യുന്നത്. സെൻറ്റർ കവർ ബോ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു, പിന്നെ നമ്മൾ ഹെയർ പിന്ന് കണക്ട് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ എല്ലാ ബോയിലും നമ്മൾ ഫോളോ ചെയ്യുന്നത്. പാറ്റേൺ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളത്, ബാക്കിയെല്ലാം സെയിം പ്രോസസ്സാണ്. ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന എൻ്റെയും എൻ്റെ ഫ്രണ്ടിൻ്റെയും ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ് ഹാൻഡിക്രാഫ്റ്റി. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് വർക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വർക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം.